അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉള്ളൊരു സംഭവമാണ്. കാരണം കുറേ നാളിങ്ങനെ ഞാൻ വെച്ചോണ്ടിരുന്ന് ചെയ്ത ഒരു കാര്യമാണ്. കാരണം ഞാൻ രാധയാവാൻ നിന്ന് പോയാലും മുടങ്ങിപ്പോവും. 1-2 പ്രാവശ്യം ഞാൻ രാധയായിട്ടുള്ളൂ, രാധയായിട്ട് വേഷം കിട്ടിയിട്ടുള്ളൂ. സോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ രാധയാവണം. നീ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്കും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അന്നും എന്താ പോയാൽ പറഞ്ഞ് തെറ്റിപ്പോയി. സോ നമുക്ക് ഇന്ന് സ്വന്തമായി ഞാൻ രാധയാവാൻ പോകുന്നു. ഞാൻ സ്വന്തമായിട്ട് തന്നെ നമുക്കിങ്ങനെ ഒരു അച്ചീവ് നല്ലത്, പക്ഷെ എനിക്കിങ്ങനെ സാധിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് രാധയാൻ പോകുന്നു. ഈ മാല ഊരി അമ്മ എന്നെ വെട്ടും, പക്ഷെ ഞാൻ ഊരും, കാരണം എനിക്ക് വേറെ മാല കിട്ടും. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ എനിക്കൊരു ആഗ്രഹം. സോ നമ്മളത് ചെയ്യാൻ പോകുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി ഞാൻ പേഴ്സണലായിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ചാന്തുപൊട്ട്. ഇതിങ്ങനെ ഞാൻ ആദ്യമായിട്ടില്ല. ഞാൻ ആദ്യമൊക്കെ അത്യാവശ്യം നോർമൽ അങ്ങനെയാണ്. മീൻസ് അത് നമ്മൾ ഷാൾ ഇങ്ങനെ തലയിൽ കൂടെ ഇട്ടത് ഇവിടെ കുത്തി ഒരു പട്ടുപോലും ബ്ലൗസ് ഇട്ട് പോകും, അതായിരുന്നു എൻ്റെ രാധ. അങ്ങനെയല്ല ഇപ്പോഴത്തെ പിള്ളേർ രാധയാണ്. നല്ല രസമുണ്ട്, എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കത് കണ്ടോടുകൂടി എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് വല്ലാത്ത മോഹം. സോ ഞാൻ ചെയ്യാൻ പോകുന്നു. എനിക്കിതൊക്കെ സഹായിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയും. അതിനാണ് ഞാൻ കിടന്ന് കാണിക്കുന്നത്. ഇപ്പം സമയം രാത്രി എത്രയാണ്ടൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് രാത്രി ആയപ്പോൾ ചെയ്യണം എന്നുള്ളൊരിത്, കാരണം 2 ദിവസം കൂടി കഴിഞ്ഞ് എൻ്റെ വെക്കേഷൻ തരും. വെക്കേഷൻ നിന്നാൽ ഞാൻ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓൾറെഡി ഇപ്പോൾ ഒരു പെട്ട അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് നമ്മളെ ഹാപ്പി ആക്കാം. എനിക്കിപ്പോൾ ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ ആരംഭിക്കാം. നമ്മൾ ഫസ്റ്റ് ടോണർ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ ഞാൻ വെറുതെ ഉണ്ടല്ലോ, വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കണം. പിന്നെ ഈ പൊട്ട് ഞാൻ മാച്ചില്ലേ, ചാന്തുപൊട്ടിന് ഇത്രയ്ക്ക് ബലോ പോയി. ഈ പൊട്ടും ബ്ലഷും രാധയ്ക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ബ്ലഷാണ്. പിന്നെ ഞാൻ ഈ പൊട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, കാരണം എനിക്ക് സർക്കിൾ പോലും എനിക്ക് വരയ്ക്കാറില്ല. ഞാൻ മറ്റേ വട്ടം വരച്ച് ഞാൻ കുത്താക്കണ്ടേ, അതെനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഈ പൊട്ട് വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതും നടന്നില്ലെങ്കിൽ എനിക്കറിയാൻ മേലെ ഞാൻ എന്ത് കാട്ടും. തള്ളായി പോയില്ലോ. പക്ഷെ കുഴപ്പമില്ല, ഒരു നാടൻ സുന്ദരി. ഇനി നമുക്കിതിൻ്റെ ചുറ്റും വൈറ്റ്, ഇതിൻ്റെ ഫേസ് മേക്കപ്പാണ് എനിക്ക് വേണ്ടത്. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. വൈറ്റ് വേണം, മഞ്ഞ വേണം, വെള്ള നടക്കും. ഇത് ചോപ്പ് നമുക്ക് ചുറ്റിലും ഇടാം. ചോപ്പ് എനിക്ക് വേണ്ടിയുണ്ടാവും, വേണ്ട മഞ്ഞയും വെള്ളയും മതി. ഞാൻ ഇത്തിരി സോഫ്റ്റ് രാധയാണ്. ഒരു കുത്ത് ചെറുതായിട്ടൊന്ന് ചളങ്ങിപ്പോയി, പക്ഷെ കുഴപ്പമില്ല. ഹായ്, ഞാനിങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കുത്തുന്നത്. ഇങ്ങനെയൊന്നും ഞാൻ റെഡി ആയിട്ടില്ല. എൻ്റെ രാധ എൻ്റെ ഇതിൽ രാധയായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊക്കെ കുത്താണെങ്കിൽ ഇത്ര അധികം കുത്തണം, അത്രയ്ക്കും ക്ഷമ എനിക്കില്ല. ഇത് സാരിയായിട്ട് ഉടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാരി ഉടുപ്പിക്കാൻ വേണ്ടി ഞാനമ്മ റെഡിയാണ്. പക്ഷേ ഇപ്പം നമുക്ക് വെറുതെ കുത്തിട്ട് പോയാൽ മതി. ചോപ്പ് കുത്തിടാല്ലേ? ചോപ്പ് വേണം, മഞ്ഞ വേണം? മഞ്ഞ മതി. മഞ്ഞിട്ട് പഞ്ഞ ഉണ്ടോ നോക്കട്ടെ. മഞ്ഞ വേണ്ട, വെള്ള തന്നെ കുത്തിടാം. ഓ, പുലിക്കളിക്ക് പോയാണോ ഇനി? ഇത്രയും കുളത്തിലായിട്ടില്ല. ഇഷ്ടപ്പെട്ടു കേസ്, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തന്നെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വയ്യ. മഞ്ഞാണ് കാണുന്നത്, മഞ്ഞാണ്. ഇത് ഞാൻ കൂടുതലും ചെയ്യുന്നത് കോമളിത്തരങ്ങളാണ്, ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫൈൻ ഫോർ മീ. എനിക്കിത് കുഴപ്പമില്ല. അതുകൊണ്ട് കഴുത്തിലും ഇതൊക്കെ വരച്ച് വെച്ചാലോ, ചേട്ടനെ വിളിച്ചാൽ വരയ്ക്കാം. ഇല്ലാണ്ട് വരയ്ക്കാറിയാതെ ഞാൻ ഇതൊക്കെ വരച്ചിട്ട് എന്ത് ചെയ്യാൻ? നമുക്ക് ഇവിടെ നിന്നൊരു സാധനമൊക്കെ ഉണ്ടായില്ലേ, ഇങ്ങനെ മറ്റേ ഗോകുല രാമ ശ്രീ രഘുരാമ, അതിൽ മാല വരച്ചാലോ? സ്വന്തമായിട്ട് മാല ഉണ്ടാക്കി ഗൈസ്. ഞാനും ചാന്തുപൊട്ടുമായിട്ടുള്ളൊരു ബന്ധമേ മാറുമോ എന്നെനിക്കൊരു
വെറുതെ എടുക്കട്ടെ, എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കുളിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കോണ്ടോർ ചെയ്യാൻ മറന്നുപോയി. ഇതില്ല മോന്തെങ്ങനെ ചെയ്യാം, സാരില്ല, നമുക്ക് ഇടയക്കോടെ വല്ലതൊക്കെ ചെയ്യാം. കാരണം ഇത് അധികം മുഖത്തല്ലല്ലോ, പിന്നെ എനിക്കധികം മുഖത്ത് ഇപ്പം അധികം പാടുകളൊന്നും ഇല്ല. എന്നാലും നമുക്കിനി ഞാൻ ആദ്യം ഒരു കോണ്ടോർ ചെയ്ത് നോക്കുന്നത്. ഓക്കെ ഗായ്സ്, പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. രാധ ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ എനിക്കറിയാമല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ അതിരും ഓക്കെ. പിന്നെ നമുക്ക് കണ്ണിൻ്റെ മേലെ ഇച്ചിരി ഐ ഷാഡോ ഒക്കെ പൊത്താം. എന്തായാലും വേറെ പണിയൊന്നും ഇല്ല. യെസ് ഗായ്സ്, ഇതൊന്ന് വേഗം ഉണങ്ങി കിട്ടിയിട്ടില്ല. ഇതിലേത് കുത്തും? പണ്ടൊക്കെ ഞാൻ ഈ പർപ്പിൾ ഡ്രസ്സ് ഇട്ട പർപ്പിൾ ഐ ഷാഡോ ഒക്കെ ഇടുമായിരുന്നു. ഇപ്പം എനിക്ക് ഇച്ചിരി ബോധം വെച്ച്, സോ ഞാൻ പർപ്പിൾ എടുത്തില്ല. ചെത്താൻ ഞാൻ പർപ്പിൾ എടുത്തില്ല എന്നൊക്കെ. നമുക്കൊരു സ്കിൻ കളർ ആദ്യം ഒരു ഫസ്റ്റ് കോട്ടിങ് ആയിട്ട് ഇടാം. എൻ്റെ ടൂൾസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ കൈവച്ച് എന്തൊക്കെ ചെയ്യുന്നു. തിളങ്ങട്ടെ, രാധയ്ക്ക് ഇത്തിരി തിളക്കമൊക്കെ നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും രാധയില്ല. പിന്നെ എന്തോ ആയിരുന്നു, ബ്ലഷ്. നമ്മൾ കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടല്ലേ ബ്ലഷ് ഇടാം. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ABCD അറിയത്തില്ല, പക്ഷേ ഞാൻ ഒരു രസം. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ കഴിച്ചാൽ അതെൻ്റെ ഫസ്റ്റ് രാധ മേക്ക് ഓവറാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കരമായിരുന്നു. എൻ്റെ ഒരു അത്യാവശ്യം ഞാൻ ചെറുതിലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെയൊക്കെ പിള്ളേർ പോകുമ്പോൾ ഞാൻ പറയും, പിന്നെ എന്നെ കൊണ്ടുപോകാനും ആരില്ലാണ്ട്. പക്ഷേ ഒരു കഷ്ടം നോക്കണം. ഐ ആം സോ ഗുഡ്. ഇറ്റ്സ് ലൈക്ക് സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഡ്രീമി കൈൻഡ് ഓഫ് ഫീൽ വരുന്നുണ്ട്. എനിക്ക് കുറേ നാളിലുള്ള ആഗ്രഹമായിരുന്നു ഇത്, പെട്ടെന്ന് സാധിച്ചു. സോ താങ്ക്ഫുൾ ടു ഗോഡ്. നിങ്ങൾക്ക് ഇങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കുക ഗൈസ്. കാരണം കുറേ സന്തോഷം കിട്ടും നമുക്ക്. നമ്മുടെ സന്തോഷമാണല്ലോ ഏറ്റവും വലിയ പ്രധാനം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതാം. കണ്ണെഴുതി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, അത് ഒന്നാമത്തെ കാര്യം. ബട്ട് ഞാൻ ചെയ്യും, ഐ ക്യാൻ ഡു ഇറ്റ്. നമുക്ക് ചാന്ത് പൊട്ട് വെച്ച് കണ്ണെഴുതിയാലും വേണ്ട, അതൊരു തെറ്റായ തീരുമാനമായിരിക്കും. വേണ്ട, നമുക്ക് ഇത് വെച്ച് കണ്ണെഴുതി നോക്കാം. എനിക്ക് പറ്റുമോ? കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും പോയി മുടീനൊക്കെ കൺമശയായിട്ട് നമ്മുടെ രാധയാണ്. ഓക്കെ, കണ്ടു. ഇതിൽ തന്നെ പകുതിത്തോളം കഴിഞ്ഞു. പിന്നെ ഇതൊരു ഷോക്ക് മാത്രമല്ല, ഇവിടെ ഫാൻ ഇടാൻ പറ്റില്ല. അതിൽ കൃഷ്ണ കൃഷ്ണ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നതിനാണോ? എനിക്ക് അഭിനയിക്കാൻ പറ്റും. രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ വയ്യ. ഇനി നമുക്ക് കുറച്ച് ആടയാഭരണങ്ങൾ അണിയാം. അത് സ്വർണ്ണക്കമ്മിലൊക്കെ ഇടുമോ? എനിക്കറിയില്ല. അത് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ രാധ ഇങ്ങനെ വെച്ച് മാല ഭയങ്കര ഓവർ ഇല്ലേ? കമ്മൽ പിന്നെ അത്ര ഓവറല്ലാത്തോണ്ടേ. ഓക്കെ ഗൈസ്, ഇത് ഇച്ചിരി സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. സോ ഐ എം ഗോ ഫോർ ദിറ്റ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ രാധ ലുക്ക്. എവിടെ എൻ്റെ കൃഷ്ണൻ? ഇവിടെ ഇരിക്കാൻ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ സാരി എടുത്താണ് ഇത് ഞാൻ സാരി എടുത്താണ് ഈ കാണുന്നത്. ഇത് പിന്നെ ഞാൻ രാവിലെയാവും. എൻ്റെ ഈ സാധനം കിട്ടുന്നില്ല. എന്തിത്? ഓക്കെ ഗൈസ്,
എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഈ മറ്റേ റോഡ് സൈഡിലൊക്കെ ബംഗാളി ചിസ്മതി ഇങ്ങനെ ഇട്ട് പിടിച്ച് പോകാറില്ലേ, അതേപോലെ ഉണ്ട്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ഓക്കെ. സെറ്റായിരുന്നു പത്രങ്ങളൊക്കെ. ദിസ് ഈസ് എ സെക്കൻഡ് ലുക്ക് ഓഫ് രേഖ. ഹൗ വാസ്? എനിക്കിതാണ് കൂടി കംഫർട്ടബിൾ ആൻഡ് ലുക്കിംഗ് ടു ഗുഡ്.